ഇന്ന് എൻ്റെ കൂടെ ഒരു വണ്ടിയുണ്ട്. ഈ വണ്ടിക്ക് നിരത്തിൽ കാണുന്ന മറ്റു വണ്ടിയായിട്ട് വലിയ സാമ്യമൊന്നും പറയാനില്ല. രൂപകൽപ്പന അല്ലെങ്കിൽ രൂപം എന്ന് പറയുന്നത് തന്നെ ഒരിത്തിരി വ്യത്യസ്തമാണ്, ഒരിത്തിരി റാഡിക്കലാണ്. ആ ഒരു വശങ്ങളിലെ കട്ടിങ് ആണെങ്കിലും മുൻവശമാണെങ്കിലും പിൻവശമാണെങ്കിലും ഈവൻ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു വശത്തേക്ക് ഓഫ്സെറ്റ് വെച്ച ലോഗോ ആണെങ്കിലും എല്ലാം ഒരിത്തിരി വ്യത്യസ്തമാണ്, റാഡിക്കലാണ്. ഞാൻ സംസാരിക്കുന്നത് കിയയുടെ സിറോസിനെ കുറിച്ചാണ്. അപ്പോൾ ഈയിടെ എനിക്കൊരു ചോദ്യം വന്നു. നിങ്ങളന്ന് മീഡിയ ഡ്രൈവിനൊക്കെ പോയി വണ്ടിയൊക്കെ ഓടിച്ചു, ഓക്കെ, നിങ്ങൾ പെട്രോൾ ടർബോ ഓടിച്ചു, ഡീസൽ ഓടിച്ചു, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? ഏതായിരിക്കും നിങ്ങൾ ഹൈപ്പോത്തറ്റിക്കലി വണ്ടി വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ചോയ്സ്? ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്. ആ ഉത്തരം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയാണ്. ഇത് കിയ സിറോസിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. വെൽക്കം ടു വണ്ടി പ്രാന്തൻ. സത്യത്തിൽ ഇതൊരു ചോദ്യോത്തര വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യം ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ, ഈ കിയ സിറോസ് എന്ന് പറയുന്നത് എക്സ്റ്ററിൻ്റെ പ്ലാറ്റ്ഫോം ആണെന്നാണല്ലോ പറഞ്ഞത്, അതെങ്ങനെയാണ് ശരിയാവാന്ന്? ഓക്കെ, നിങ്ങളോടേക്ക് പറയാനുള്ളത് ഇത് K1 പ്ലാറ്റ്ഫോം തന്നെയാണ്, പക്ഷേ റീഇൻഫോഴ്സ്ഡ് K1 പ്ലാറ്റ്ഫോമാണ്. എന്ന് വെച്ചാൽ മാറ്റങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇത് 1.5 ഡീസലാണ്. ഓക്കെ, എക്സ്റ്റർ നിങ്ങൾക്കറിയാം 1.2 പെട്രോളാണത്. അത് പെട്രോളാണ്. അപ്പോൾ ടർബോ പെട്രോൾ ആണെങ്കിലും അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനാണെങ്കിലും ഇതൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ, കാര്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് അവർ ഒരു പ്ലാറ്റ്ഫോമിന് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരതിനെ K1 റീഇൻഫോഴ്സ്ഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അണ്ടർ 4 മീറ്ററാണ്, അതുപോലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ശരിക്കും നല്ല സ്പേസ് മാനേജ്മെൻറ്റും ഈ ഒരു വണ്ടിക്ക് അവർ ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ രൂപം എനിക്ക് ഇഷ്ടമായോ എന്നുള്ളതാണ്. അപ്പോൾ ഫ്രഞ്ച് കാറുകളുടെ അല്ലെങ്കിൽ അതുപോലുള്ള റാഡിക്കലായിട്ടുള്ള വണ്ടികളുടെ, ഇപ്പോൾ സ്കോഡ എറ്റി പോലുള്ള അല്ലെങ്കിൽ പല വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു വണ്ടികളുടെയൊക്കെ രൂപത്തിനോട് ചില സാദൃശ്യങ്ങൾ മാത്രം അവിടെയും ഇവിടെയും കാണുന്ന ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു യൂട്ടിലിറ്റി വാഹനത്തിന് വേണ്ടുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജാണ് ഈ ഒരു സിറോസിൻ്റെ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ശരിക്കും മാനുവലിനേക്കാളും ഫാസ്റ്റാണ് ഓട്ടോമാറ്റിക് എന്ന് അറിയാലോ. ഇപ്പോൾ DCT ആണെങ്കിലും ഈവൻ ടോർക്ക് കൺവേർട്ടർ ആണെങ്കിലും, ടോർക്ക് കൺവേർട്ടറിനെ സ്ലഷ് ബോക്സ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ടോർക്ക് കൺവേർട്ടറിനകത്ത് ആ ഒരു ഓയിലിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കുറച്ചധികം കിടന്ന് കറങ്ങും, അല്ലെങ്കിൽ ആ ഒരു പവർ ഡെലിവറി വീലിലേക്ക് എത്തില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലോക്കപ്പ് ക്ലച്ച് വന്നു, കമ്പ്യൂട്ടറുകൾ ആ ഒരു ഷിഫ്റ്റിംഗ് പോയിന്റുകൾ മാനേജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ സ്ലഷ് ബോക്സ് എന്നുള്ള പേര് തന്നെ ഓട്ടോമാറ്റിക്കും ചേരാതായി. ശരിക്കും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കാണ് കിയ സിറോസ്. ഈ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 6 സ്പീഡാണ്. ഇതിന് പാഡ് ഷിഫ്റ്റ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഒരിത്തിരി കൂടി ഒരു ഇഷ്ടപ്പെട്ട ഒരു മോഡൽ എന്ന് പറയുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. കിയ സിറോസിൻ്റെ ഡീസൽ നോക്കുക, ഡീസൽ ഓട്ടോമാറ്റിക്കുമാണല്ലോ. ഡീസൽ എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് ഞാൻ എണ്ണമിട്ട് പറയാം. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എൻജിൻ സൈസാണ്. ഓക്കെ, പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് 1 ലിറ്ററാണ്, ടർബോ 3 സിലിണ്ടർ. ഇത് 1.5 ആണ് ടർബോ ഡീസൽ. ഓക്കെ, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ആ ക്ലീഷേ ഡയലോഗ് പറയാം, ദർ ഈസ് നോ റീപ്ലേസ്മെൻറ്റ് ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊക്കെ. പക്ഷേ ആ ഒരു ടോർക്കി ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് ഫണ്ടും അത്യാവശ്യം നല്ലതാണ്. പിന്നെ ടർബോ പെട്രോളിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, കാല് കൊടുത്ത് ഓടിച്ചാൽ പെട്രോൾ അധികം കുടിക്കും, പെട്ടെന്ന് ആ ഒരു എണ്ണ തീരും. പക്ഷേ ഡീസലിന് ആ ഒരു പ്രശ്നമില്ല. അത്യാവശ്യം കാല് കൊടുത്ത് ഓടിച്ചാലും വലിയ സീനൊന്നുമില്ല. അപ്പോൾ 100 കിലോമീറ്റർ സ്പീഡ് എത്തുന്നത് കിയ സിറോസിൻ്റെ ഒരു കാര്യം എടുത്താൽ 1900 RPM-ലാണ്. മാത്രമല്ല 17.65 കിലോമീറ്ററാണ് ഇതിന് ആ ഒരു കമ്പനി പറയുന്ന ആ ഒരു മൈലേജ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കിന്, ഡീസൽ ഓട്ടോമാറ്റിക്കിന്. അതെനിക്ക് തോന്നുന്നു റിയലിസ്റ്റിക് ആണ്, കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഓട്ടോമാറ്റിക്കിന് വേണ്ട, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വേണ്ട, മാനുവൽ മതിയെങ്കിൽ 20-ന് പുറത്താണ് കമ്പനി പറയുന്ന ഒരു ഫ്യൂൽ എഫിഷ്യൻസി. അപ്പോൾ ഈ ഒരു ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നതും ഒരു വലിയ ഗുണമാണ്. അത്യാവശ്യം ഫണ്ണായിട്ട് ഓടിക്കുമ്പോൾ എണ്ണയെക്കുറിച്ച് ബോധർ ചെയ്യേണ്ടെന്നുള്ളതുണ്ടല്ലോ. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അതൊരു വലിയ ഒരു പ്രിവിലേജാണ്. പെട്രോളിൻ്റെ അത്രയും പവർ ഡീസലിന് പറയാൻ പറ്റില്ല. സ്റ്റിൽ അത്യാവശ്യം പവർഫുള്ളാണ് ഡീസൽ ആ ഒരു സിറോസ് എന്നുള്ളതാണ്. 114 ബ്രേക്ക് ഹോഴ്സ് പവറും 250 ന്യൂട്ടൺ മീറ്ററുമാണ് ഇതിൻ്റെ ആ ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലെ ഫിഗറുകൾ പറഞ്ഞാൽ. അപ്പോൾ 0 to 100 എന്ന് പറയുന്നത് 14 സെക്കൻഡ് താഴെയാണ് എത്തുക. ഓക്കെ, ആ ഒരു കാര്യം ഫൺ ഫാക്ടറിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഡീസൽ എഞ്ചിനുള്ള ഈ ഒരു വണ്ടി അങ്ങനെ ഓടിക്കാമെന്നുള്ളത് ഇപ്പോൾ 3 മോഡുകൾ, ഈക്കോ, നോർമൽ, സ്പോർട്ട് എന്നുള്ള ആ ഒരു ഡ്രൈവ് മോഡുകൾ, കൂടാതെ 3 ട്രാക്ഷൻ മോഡുകൾ, ഈ മോഡുകളും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യം, ഫണ്ടിൻ്റെ കാര്യം എന്ന് പറയുന്നത് കവേർഡാണ്.
അതും ഈ ഡീസൽ എഞ്ചിനിലേക്ക് എന്നെ ആകർഷിക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് റോഡിൽ ഇപ്പോൾ അധികം വണ്ടികൾ കാണില്ല. വളരെ കുറച്ച് കമ്പനികളെ ആ ഒരു എഞ്ചിനുള്ള വണ്ടികൾ ഇറക്കുന്നുള്ളൂ. ഇപ്പോൾ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റും വണ്ടികൾ. അതിലൊന്നായിട്ട് സിറോസിനെ കാണാം. ഓക്കെ, സോണറ്റ് ഉണ്ട്, സിറോസ് ഉണ്ട്, സെൽറ്റോസ് ഉണ്ട്. നിങ്ങൾ ഏതെടുക്കും? കമൻറ്റ് ചെയ്യൂ. അടുത്തത് ഡീസലിൻ്റെ ഈ ഒരു മോഡലിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ആണ്. ഈ വണ്ടിയുടെ റൈഡ് ഒരിത്തിരി സ്റ്റിഫാണ്. ഓക്കെ, വലിയ ടയറുകളെ വേണമെങ്കിൽ ബ്ലെയിം ചെയ്യാം. അപ്പോൾ കുറഞ്ഞ മോഡലുകൾ അല്ലെങ്കിൽ ബേസ് മോഡൽ ഡീസലൊക്കെ ഉള്ള ആ ഒരു മോഡലിനൊക്കെ കുറച്ചിരി കൂടി ആ ഒരു റൈഡ് സോഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത്തിരി കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഇത് കംഫർട്ട് അല്ലെന്നല്ല, റോഡിലെ അൺഈവൻനെസ്സും അല്ലെങ്കിൽ ആ ഒരു ഹമ്പുകളൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ഹാൻഡ്ലിങ്ങിൽ അത്യാവശ്യം മികവുണ്ട്. ബോഡി റോൾ എന്ന് പറയുന്നത് വെൽ കണ്ടെയ്ൻഡ് എന്ന് വെച്ചാൽ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ബോഡി റോൾ ഫീൽ ചെയ്യില്ല. സ്റ്റിൽ ബോഡി റോൾ ഇല്ലെന്നല്ല, ഒരു ടോൾ ബോയ് രൂപമാണ്, അല്ലെങ്കിൽ ടോൾ ബോയ് എന്ന് പറയുന്നത് തെറ്റാണ്, SUV രൂപമാണ്, ഉയരം കൂടിയ SUV രൂപമാണ്. അപ്പോൾ അത്യാവശ്യത്തിന് ബോഡി റോൾ ഉണ്ടാവും. സ്റ്റിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ബോഡി റോളൊന്നുമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിയുടെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആണ് എന്ന് പറയാൻ പറ്റുക. പിന്നെ 4 വീലിൽ ഡിസ്ക് ബ്രേക്കാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ കാര്യം കവേർഡാണ്. സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ പാർക്കിംഗ് സ്പീഡിലൊക്കെ ലൈറ്റ് ആണെങ്കിലും ആ ഒരു സ്പീഡ് കൂടുമ്പോൾ വെയിറ്റ് വയ്ക്കുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും മികവുള്ള ഒരു വണ്ടി കൂടിയാണ് സിറോസ്, ഫോർ ദിസ് രൂപം, ഫോർ ദിസ് സൈസ്. അപ്പോൾ സിറോസിൻ്റെ NVH എന്ന് വെച്ചാൽ നോയ്സ്, വൈബ്രേഷൻസ്, ഹാർഷ്നെസ്. ഓക്കെ, പെട്രോൾ എഞ്ചിന് വിഭിന്നമായിട്ട് അല്ലെങ്കിൽ വ്യത്യാസമായിട്ട് ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓഫ് ചെയ്യുമ്പോഴും ആ ഒരു വണ്ടി ഒന്നിങ്ങനെ കുതിറും. ഓക്കെ, എഞ്ചിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണത്. ആ ഒരു കാര്യം പറയാം, ഡീസലിൻ്റെ കാര്യമായിട്ട് പറയാം. പിന്നെ ഒരു ചെറിയ ഒരു വിറയിൽ അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞൊരു ബസ്സിങ് സൗണ്ട് നമുക്ക് സ്റ്റിയറിങ്ങിലോ അല്ലെങ്കിൽ ആ ഒരു പെഡലുകളൊക്കെ കിട്ടുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ 100 കിലോമീറ്റർ സ്പീഡ് 1900 RPM അതൊന്നും പ്രശ്നമില്ല, സ്മൂത്താണ് കാര്യങ്ങൾ. ഓക്കെ, കൂടിയ RPM എത്തുമ്പോൾ എഞ്ചിൻ നോട്ട് അകത്തേക്ക് വരുന്നുണ്ട്, ചെറിയൊരു റോഡ് നോയ്സും വരുന്നുണ്ട്. അത് ഡീസലിൻ്റെ ഒരു കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. പെട്രോളിന് ഇത്തിരി കുറവാണ് കാര്യങ്ങളൊക്കെ. എന്നാലും എനിക്കിഷ്ടം ഡീസലാണ്. അപ്പോൾ ഇനി വിലയോ? ഓക്കെ, നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് വില പുറത്തു വന്നിട്ടുണ്ടായില്ല, പിന്നീടാണ് പ്രൈസ് റിവീൽ ഉണ്ടായത്. ഓക്കെ, ഈ വണ്ടിക്ക് 8.99 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്, പെട്രോൾ മോഡൽ മാനുവൽ മോഡലിൻ്റെ ബേസ് മോഡലിന്. ഡീസലിന് അത് 9.99 ലക്ഷം രൂപ. അപ്പോൾ ഈ ഒരു വണ്ടിക്കോ, ഈ പർട്ടിക്കുലർ വണ്ടി അതായത് ഡീസൽ ഓട്ടോയ്ക്ക് 15.99 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വില. അപ്പോൾ വാല്യൂ ഫോർ മണി പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ബേസ് മോഡൽ പെട്രോളിനാണ്. ടർബോ പെട്രോളാണ്, കുറേ അധികം സവിശേഷതകളുണ്ട്, കാണാൻ രൂപമുണ്ട്, സ്പേഷ്യസ് ആണ്. പക്ഷേ എൻ്റെ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്തിട്ട് ആ ഒരു ഡീസൽ എടുത്താൽ മതി. കാരണം ഫ്യൂവൽ എഫിഷ്യൻസി 20 കിലോമീറ്റർ എന്നുള്ളത് ഒരു ഗുണമാണ്, കൂടാതെ ഞാനീ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളും. അപ്പോൾ ഡീസലാണ് ഇഷ്ടമെന്ന് പറഞ്ഞു, ഇനിയൊന്നുമില്ലേ? ഉണ്ടല്ലോ, ഒരു കാര്യം കൂടിയുണ്ട്. പെട്രോൾ വാങ്ങിയാൽ ചെയ്യേണ്ടാത്തൊരു കാര്യം ഡീസൽ ചെയ്യണം, അത് ആഡ് ബ്ലൂ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സ്റ്റിൽ ഒരു കാര്യം കൂടി എക്സ്ട്രാ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ K1 റീഇൻഫോഴ്സ്ഡ് പ്ലാറ്റ്ഫോം ആണെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി നോക്കിയേ, ഫിറ്റ് ആൻഡ് ഫിനിഷ് നോക്കിയേ. ഇത് ഫ്ലെക്സ് ചെയ്യുന്നില്ല, അത്യാവശ്യം നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ള, നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ള ഒരു കിയ കൂടെയാണ് ഈ ഒരു സിറോസ് എന്നുള്ളതാണ്. സ്റ്റിൽ ക്രാഷ് ടെസ്റ്റ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമെന്ന് പറയുന്നത് കിയ സിറോസിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഗുണങ്ങൾ പറഞ്ഞു, ദോഷങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് കിയ സിറോസിൻ്റെ ഏത് മോഡലാണ് ഇഷ്ടം? താഴെ കമൻറ്റ് ചെയ്യണേ. അതായത് ടെക്നോളജിക്കലി ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരുപാട് സവിശേഷതകളുള്ള ഒരു വണ്ടിയാണല്ലോ കിയ സിറോസ്. ഇതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കൂടി പറയൂ. അപ്പോൾ അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.